ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സിദ്ധാർത്ഥിനെയും മഹേന്ദ്രനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് മേഘയുടെ പരാതി കേട്ടിട്ട്. സിദ്ധുവും ചന്ദ്രികയും മഹേന്ദ്രയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സംഭവിച്ച കാര്യങ്ങളൊക്കെ സിദ്ധാർത്ഥ് അവൻ്റെ രീതിയിൽ വിശദീകരിച്ചു കൊടുക്കുകയാണ്. മേഘ പറഞ്ഞതൊക്കെ കള്ളാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പരാതിയിൽ അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ പോയിക്കോന്ന് പറയുവാണ്. എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ കോപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. ആ സമയത്ത് മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഫാമിലിയുടെ നല്ല പേരിന് കളങ്കം വരുത്തുന്ന രീതിയിലാണ് മേഘ ഇങ്ങനെ ഒരു പരാതി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവൾക്കെതിരെ ഒരു ഡിഫമേഷൻ കേസ് തരാനുണ്ട്. ശരി സർ. എന്നിട്ട് റൈറ്ററോട് പറയാണ് മഹേന്ദ്രൻ്റെ കയ്യിൽ നിന്നും കംപ്ലയിൻ്റ് എഴുതി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിദ്ധാർത്ഥാണ് ആ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. പരാതി കൊടുത്തിട്ട് അവർ 3 പേരും സ്റ്റേഷനിൽ നിന്നും പോവുകയാണ്. ആ സമയത്ത് ഒരു കോൺസ്റ്റബിൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ ഒരു വണ്ടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്താണ് മഹേഷ് അതുവഴി ഒരു ഓട്ടോ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. മഹേഷ് അയാളെ കണ്ടപ്പോൾ അവിടെ നിർത്തുകയാണ്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ഇതുവഴി ഓട്ടോ ഉണ്ടായിരുന്നു? ഒരു ഓട്ടോ കഴിഞ്ഞ് വരികയാണ്. സാറിന് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാനും കൂടെ കയറാമെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഓട്ടോയിൽ കയറുകയാണ്. ഓട്ടോയിൽ കയറിയപ്പോൾ കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, എന്താ മഹേഷ് പെട്ടെന്ന് ഒരു ഓട്ടോ ഒക്കെ എടുത്തിട്ട് നല്ലവനായല്ലോ? അതെ സർ, സിദ്ധു സാറാണ് എനിക്ക് ഓട്ടോറിക്ഷ എടുക്കാൻ വേണ്ടി ലോൺ വാങ്ങി തന്നിട്ട് എന്നെ ഒരു ഓട്ടോയുടെ മുതലാളിയാക്കിയത്. നല്ല കാര്യം തന്നെ, ഒരുപാട് സന്തോഷം. ഇനിയെങ്കിലും മോശം പേര് വാങ്ങിക്കാതെ നല്ല രീതിയിൽ പണം സമ്പാദിച്ച് നന്നായിട്ട് ജീവിക്കേ. ശരി സർ, മഹേഷും പറയാണ്. അല്ല, നിന്റെ സിദ്ധു സാറിൻ്റെ മേൽ മേഘ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് സത്യം തന്നെയാണോ? മഹേഷ് അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ചോദിക്കുന്നുണ്ട്, എന്താ സർ കംപ്ലൈൻറ്റ്? അപ്പോൾ നീ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ലേ? ഇല്ല, എന്താ സംഭവിച്ചത്? മേഘയുടെ അടുത്ത് സിദ്ധാർത്ഥ് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞിട്ട് മേഘ സിദ്ധാർത്ഥിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. മേഘ ഇപ്പോൾ സിദ്ധു കാരണം 2 മാസം പ്രഗ്നൻ്റ് ആണെന്നാണ് പറയുന്നത്. സർ, എന്താ സർ പറയുന്നത്? മഹേഷ് ശരിക്കും അതിശയിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതേടാ, മേഘയുടെ അടുത്ത് മോശമായി പെരുമാറിയതിന് ശേഷം അവളെ പ്രഗ്നൻ്റ് ആക്കിയിട്ട് സിദ്ധാർത്ഥ് ഇപ്പോൾ ചന്ദ്രികയെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് മേഘ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത്. അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഹേഷിൻ്റെ മനസ്സിൽ ലഡു പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആഹാ, കൊള്ളാലോ, സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം എങ്ങനെ മുടക്കാമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ മേഘ തന്നെ അവരുടെ കല്യാണം മുടക്കുമെന്നാണ് തോന്നുന്നത്. മേഘയുടെ ഗർഭത്തിന് സിദ്ധു ആണോ കാരണം? സിദ്ധു അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ലല്ലോ. എന്തായാലും കുഴപ്പമില്ല, സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നിന്നാൽ മതി. മഹേഷിന് സത്യം പറഞ്ഞാൽ അത്രയധികം സന്തോഷമായിട്ടുണ്ടായിരുന്നു. അവൻ്റെ മനസ്സിലിങ്ങനെ സന്തോഷം കൊണ്ട് തുളുമ്പുവാണ്. ഇനി ഒരു പക്ഷേ സിദ്ധു മേഘയുടെ അടുത്ത് മോശമായിട്ടാണ് പെരുമാറിയിരുന്നതെങ്കിൽ സിദ്ധു ചന്ദ്രികയെ കല്യാണം കഴിക്കാതെ മേഘയെ കല്യാണം കഴിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ വീണ്ടും ചന്ദ്രികയെ എനിക്ക് തന്നെ കിട്ടും. ഞാൻ വിചാരിച്ചതുപോലെ ചന്ദ്രികയുടെ കൂടെ തന്നെ ഇനിയുള്ള കാലം ജീവിക്കാൻ പറ്റും. മഹേഷിൻ്റെ മനസ്സിൽ വലിയൊരു പ്ലാൻ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം മേഘയാണെങ്കിൽ അവളുടെ അച്ഛനായിട്ടുള്ള ശരവണനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പാർക്കിൽ ഇരുന്നിട്ട് മേഘ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്താണ് ശരവണൻ അങ്ങോട്ടേക്ക് വരുന്നത്. മേഘ അവിടെ കരഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ശരവണൻ ആകെ എന്തൊരു പേടി തോന്നുകയാണ്. അയാൾ ചോദിക്കുന്നുണ്ട്, മേഘ എന്താ മോളെ പെട്ടെന്ന് കാണാൻ വരണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മേഘ വിതുമ്പിക്കൊണ്ട് പറയാണ്, പ്രശ്നമുണ്ടച്ചാ. മേഘ, എന്തിനാ മോളെ നീ കരയുന്നത്? കാര്യം പറ, എന്താ പ്രശ്നം? അയാൾ മേഘയെ തലോടിക്കൊണ്ട് ചോദിക്കുകയാണ്. കാരണം മേഘ ഓരോ വാക്ക് പറയുന്നതിനനുസരിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മേഘയ്ക്ക് അച്ഛനോട് കാര്യം പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശരവണൻ പറയുന്നുണ്ട്, മേഘ നീ ഇങ്ങനെ കരയണമെങ്കിൽ എന്തോ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നീ കരച്ചിൽ നിർത്തിയിട്ട് കാര്യം പറ മോളെ. അവസാനം അവൾ കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ 2 മാസം ഗർഭിണിയാണച്ചാ. അത് കേട്ടതും ശരവണൻ വാ പൊത്തി നിൽക്കുകയാണ്. എന്ത്, ഗർഭിണിയാണെന്നോ? നീ എന്തൊക്കെയാ മേഘയെ പറയുന്നത്? ഇതെങ്ങനെയാ? അതെ അച്ഛാ, ഞാൻ ഗർഭിണിയാണ്. ആരാ മോളെ നിന്റെ ഗർഭത്തിന് ഉത്തരവാദി? അയാൾ ചോദിച്ചപ്പോൾ മേഘ പറയുന്നുണ്ട്, എൻ്റെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് അച്ഛൻ അറിയോ? ഇല്ല, നീ പറ. സിദ്ധു ആണച്ചാ എന്ന് പറഞ്ഞു തീർന്നതും ശരവണൻ ഇങ്ങനെ അതിശയിച്ചു പോവാണ്. സിദ്ധാർത്ഥോ എന്നൊരർത്ഥത്തിൽ. എന്താ മേഘ നീ പറയുന്നത്? അതെ അച്ഛാ, എന്നെ അപമാനിക്കാൻ വേണ്ടിയാണ് സിദ്ധു ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ദൈവമേ, എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്താ മേഘ സംഭവിച്ചത്? ശരവണൻ ചോദിച്ചപ്പോൾ മേഘ സംഭവിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനൊരു ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പാർട്ടി പരിപാടിക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് മദ്യപിച്ച് ഞാൻ അല്പം ഓവറായിരുന്നു. അവസാനമായിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത്. എന്നെ വിളിക്കാൻ വേണ്ടി പാർട്ടി ഹാളിൻ്റെ മാനേജറായിട്ടുള്ള ആൾ സിദ്ധാർത്ഥിനെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സിദ്ധാർത്ഥ് വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാനാണെങ്കിൽ മുഴുവനായിട്ട് മദ്യപിച്ചത് കാരണം ഒരു തരത്തിലും എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. സിദ്ധു തന്നെയാണ് എന്നെ അന്ന് വീട്ടിൽ കൊണ്ടുവിട്ടത്. പക്ഷേ 2 മാസത്തിനിപ്പുറം ഞാൻ ഗർഭിണിയായപ്പോഴാണ് അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം ഞാൻ അവിടെ പോയി CCTV ഫുട്ടേജൊക്കെ കളക്ട് ചെയ്തു. ഞാൻ ബോധമില്ലാതിരുന്ന ആ ഒരു സമയം നോക്കി സിദ്ധു ആ അവസരം മുതലാക്കിയതാണ്. മുത്തശ്ശിയും മനോഹരം മാമനൊന്നും വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ.
എന്തിനാണ് സിദ്ധു എന്നോട് ഇങ്ങനെ പെരുമാറിയതെന്ന് ചോദിച്ചാ, ഒരച്ഛനില്ലാത്ത കുഞ്ഞിനെ ഒരു വയറ്റിൽ ചുമക്കുന്ന പെണ്ണിന് ഈ ലോകത്ത് കിട്ടുന്ന അപമര്യാദയായിട്ടുള്ള പെരുമാറ്റങ്ങൾ മുഴുവൻ ഞാൻ സഹിക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ അവനോടും അവൻ്റെ കുടുംബത്തോടും ചെയ്ത ആ ഒരു തെറ്റിന് അവൻ എനിക്ക് തന്ന ശിക്ഷയായിരുന്നു ഇത്. അച്ഛനില്ലാത്ത കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് നാട്ടുകാർക്ക് മുന്നിൽ അപഹാസ്യമായി തലകുനിച്ച് നിൽക്കാൻ വേണ്ടി എന്നെ അവസരമാക്കി തന്നതാണ് അവൻ. അങ്ങനെ ഒരു ചീത്തപ്പേര് എനിക്ക് കേൾപ്പിക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അത് പറഞ്ഞ് മേഘ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ശരവണൻ പറയുന്നുണ്ട്, നീ പറയുന്നതൊക്കെ കേട്ടിട്ട് എൻ്റെ തല പൊട്ടി പൊളിയുന്നത് പോലെ ഉണ്ട് മോളെ. ഇങ്ങോട്ട് നോക്ക് മേഘ, അവനെ വെറുതെ വിടാൻ പാടില്ല. ഞാൻ അവൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ പേരിൽ വെറും പോലീസിൻ്റെ ആക്ഷൻ എടുത്തത് കൊണ്ട് യാതൊരു കാര്യവുമില്ല മേഘ. ഇങ്ങനെ നിന്നെ ആക്കിയ സിദ്ധാർത്ഥ് അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടണം. മേഘ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് അവളുടെ അച്ഛനും പറയുന്നത്. മാത്രമല്ല അയാൾ പിന്നീട് ഭാവം മാറുവാണ്. അയാൾ പറയുന്നുണ്ട്, എന്തായാലും അറിഞ്ഞോ അറിയാതെയോ സിദ്ധു നിന്റെ വലയിൽ വന്ന് വീണിരിക്കുകയാണ്. ഈ അവസരം നമ്മൾ പാഴാക്കി കളയരുത് മേഘ. ഇത് വെച്ച് നമ്മൾ ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കല്യാണം മുടക്കണം. മേഘ ഇങ്ങനെ സത്യം പറഞ്ഞാൽ അച്ഛൻ പറയുന്നത് കേട്ട് നിൽക്കുകയാണ്. കാരണം അവൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് അവളുടെ അച്ഛൻ തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നത്. അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ശരിയെന്ന് മേഘയ്ക്കും അറിയായിരുന്നു. അതുകൊണ്ട് ചന്ദ്രികയുടെ സ്ഥാനത്ത് നീ ഉണ്ടാവണം. ഈ ഒരു കാരണം കൊണ്ട് സിദ്ധാർത്ഥും ചന്ദ്രികയും തമ്മിലുള്ള വിവാഹം മുടങ്ങുകയും ചന്ദ്രികയ്ക്ക് പകരം അവൻ്റെ ഭാര്യയായിട്ട് നീ മാറുകയും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സിദ്ധാർത്ഥ് നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ ഭർത്താവായി വരികയുള്ളൂ. ഇനി നിന്റെയും സിദ്ധുവിൻ്റെയും വിവാഹം മാത്രമേ നടക്കാൻ പാടുള്ളൂ. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് അച്ഛനും പറയുന്നത്. പക്ഷേ സിദ്ധു എന്നെ കല്യാണം കഴിക്കുമോ അച്ഛാ? അവൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുക മേഘ. പക്ഷേ എങ്ങനെയായാലും അവനെ ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും അവൻ്റെ താലി നിന്റെ കഴുത്തിൽ തന്നെ വന്നിരിക്കണം. ഈ ഒരു കാര്യത്തിൽ ഇനി അവന് മറ്റൊരു ഓപ്ഷൻ ഉണ്ടാവാൻ പാടില്ല. സിദ്ധാർത്ഥിൻ്റെ ഭാര്യ മേഘ തന്നെ ആയിരിക്കണം. ഒരു കാരണവശാലും അവനെ വിടാൻ പാടില്ല. അങ്ങനെയായാൽ മാത്രമേ നിന്റെ ജീവിതം നന്നാവുകയുള്ളൂ. ശരി അച്ഛാ, ഇനി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നിന്റെ കൂടെ എല്ലാത്തിനും ഞാനുണ്ടാവും. നീ ധൈര്യമായിട്ട് പൊയ്ക്കോ. ശരി അച്ഛാ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കണ്ണൊക്കെ തുടച്ചുകൊണ്ടാണ് മേഘ പോകുന്നത്. സിദ്ധാർത്ഥും ചന്ദ്രികയും ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. പക്ഷേ സിദ്ധു ക്ഷേത്രത്തിനകത്ത് കയറിയിട്ടില്ല. അവനവിടെ പുറത്തൊരു ബെഞ്ചിലിരിക്കുകയാണ്. അവൻ ഈ ലോകത്തൊന്നുമല്ല. അവൻ്റെ മനസ്സ് നിറയെ മേഘ അന്ന് വന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണുള്ളത്. തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ മനീഷല്ല എന്ന് മേഘ പറഞ്ഞതും അതിനുശേഷം അതിന് ഉത്തരവാദി സിദ്ധു ആണെന്നും അന്ന് ആ ഒരു പാർട്ടി ഹാളിൽ വെച്ച് സിദ്ധു കൂട്ടിക്കൊണ്ടു വന്നതും ശേഷം ആ ഒരു മുറിയിൽ വെച്ച് അവളെ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുള്ള CCTV ഫുട്ടേജ്, അതായത് സിദ്ധു എടുത്തുകൊണ്ടുവരുന്നതിൻ്റെ CCTV ഫുട്ടേജ് ഒക്കെ എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് തെളിവ് സഹിതമാണ് മേഘ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ഒരു വീട്ടിനകത്ത് എന്താ സംഭവിച്ചെന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ. അത് സിദ്ധാർത്ഥിനും മേഘയ്ക്കും മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് വല്ലാതെ സിദ്ധുവിനെ ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇത്രയും ആൾക്കാർ താൻ അത്രയേറെ വിലമതിക്കുന്ന തൻ്റെ കുടുംബക്കാർക്ക് മുന്നിൽ വെച്ചിട്ടാണ് മേഘ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. എത്രയൊക്കെ ആയിട്ടും സിദ്ധാർത്ഥിന് ചിരിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു തെറ്റും ചെയ്യാതെ എല്ലാവർക്കും മുന്നിൽ താനൊരു കുറ്റവാളി ആയതുപോലെയാണ് സിദ്ധുവിന് ഫീൽ ചെയ്യുന്നത്. ദൂരെ നിന്നും ചന്ദ്രിക ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് സിദ്ധാർത്ഥ് അവിടെ മാറിയിരിക്കുന്നതാണ്. അവൾക്കറിയാം തീർച്ചയായിട്ടും സിദ്ധാർത്ഥ് ഇതുതന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. സിദ്ധാർത്ഥിനെ കുറേ നേരം നോക്കി നിൽക്കുകയാണ് ചന്ദ്രിക. ശേഷം അവൻ്റെ അടുത്ത് വന്നിട്ട് നോക്കിയപ്പോഴും അവൾക്ക് മനസ്സിലായി അവൻ വേറൊരു ലോകത്താണ്. സിദ്ധുവിൻ്റെ മുഖത്തൊരു പുഞ്ചിരി പോലും ഉണ്ടായിരുന്നില്ല. കാരണം അവൻ ആകെ ടയേർഡ്, ഒരുതരം നമുക്ക് ചെയ്യാത്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കുള്ള ഒരു അവസ്ഥയിലാണ് സിദ്ധാർത്ഥ് ഉണ്ടായിരുന്നത്. സിദ്ധാർത്ഥിനടുത്ത് വന്നിരുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചന്ദ്രിക സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥിന് അവളെ ഫേസ് ചെയ്യാൻ പോലും ഒരു മടിയുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് മുഖം മാറ്റി തന്നെയാണ് നിൽക്കുന്നത്. ചന്ദ്രിക അങ്ങോട്ട് പോയിട്ട് പറയാണ് പ്രസാദം എടുത്തോന്ന്. പക്ഷേ സിദ്ധു അത് വേണ്ടാന്ന് പറയാണ്. ദൈവത്തിൻ്റെ പ്രസാദം വേണ്ടാന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക തന്നെ അത് അവൻ്റെ നെറ്റിയിൽ തൊട്ടു കൊടുക്കുവാണ്. സിദ്ധു അതിനുശേഷം ചന്ദ്രികയോട് പറയുന്നുണ്ട്, മേഘ എൻ്റെ മേൽ ഇങ്ങനെ ഒരു കുറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് ചന്ദ്രിക. നിന്നോട് പറയുന്നത് കൊണ്ട് എന്താ? മേഘ എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു തെറ്റ് ചാർത്തിയിട്ട് പോയതിന് ശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ പോലും വല്ലാത്ത മടി തോന്നുവാണ്. ആരതിയോട് എനിക്ക് പഴയതുപോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. അമ്മാവനെയും അമ്മായിയുടെയും മുഖത്ത് പോലും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. സിദ്ധുവിൻ്റെ ആ ഒരു മാനസികാവസ്ഥ ചന്ദ്രയ്ക്ക് ഊഹിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. കാരണം അത്രയേറെ ബഹുമാനിക്കുന്ന ആൾക്കാർക്ക് മുന്നിൽ ഒരു തെറ്റും ചെയ്യാതെ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടി വരുന്ന അവരൊരു മാനസികാവസ്ഥ അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്തോ ഒരു കുറ്റബോധം എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. സിദ്ധു പറഞ്ഞപ്പോൾ ചന്ദ്രിക അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തിനാ സാർ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്നത്? സാർ എന്തായാലും മേഘയോട് അങ്ങനെയൊന്നും പെരുമാറില്ല എന്ന് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളപ്പോൾ സാർ എന്തിനിങ്ങനെ ഗിൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്? വേണ്ട സാർ, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സാർ എപ്പോഴും നിൽക്കുന്നത് പോലെ തന്നെ തല ഉയർത്തിപ്പിടിച്ച് നെഞ്ച് വിരിച്ചിട്ട് തന്നെ നിൽക്കണം. കാരണം സാറിനും അറിയാം ഞങ്ങൾക്കും അറിയാം സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. സാർ ഇങ്ങനെ മനസ്സ് വേദനിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ സഹിക്കാനാവുന്നില്ല.
ഞാൻ സത്യം പറയാം, ഇപ്പോഴും മേഘ എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കുറ്റം ചാർത്തിയതിന് ശേഷവും ഞാൻ ധൈര്യത്തോടെ പുറത്തു വരുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് നീയാണ്. നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ മേഘയെ കൊന്നിട്ട് ജയിലിൽ പോയിട്ടുണ്ടാവുമായിരുന്നു. അല്ലെങ്കിൽ മനസ്സ് തകർന്ന് ഞാൻ സ്വയം നശിക്കുമായിരുന്നു. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഞാൻ ഗ്രാമത്തിൽ ജനിച്ച സാധാരണ ഒരു പെൺകുട്ടിയാണ്. ആ സമയത്താണ് ക്ഷേത്രത്തിലേക്ക് വാസു വരുന്നത്. ചന്ദ്രികയും സിദ്ധുവും മാറിയിരുന്ന് സംസാരിക്കുന്നത് വാസു ദൂരെ നിന്നും കാണുന്നുണ്ട്. ചന്ദ്രിക സിദ്ധുവിനോട് പറയാണ്, ഞാൻ വലിയ പഠിപ്പൊന്നും പഠിച്ചിട്ടില്ല, എന്നാൽ സാർ ഒരുപാട് പഠിച്ചൊരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളെയും എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് എന്നൊക്കെ സാറിന് നന്നായിട്ട് അറിയാം. ഇതൊന്നും തീർക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നുമല്ല സാർ. സാറ് നോക്കിക്കോ, മേഘയുടെ ഗർഭത്തിന് ആരാണ് ഉത്തരവാദിയെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും വാസു അവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. വാസുവിനെ കണ്ടപ്പോൾ രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. സിദ്ധു, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമവും സങ്കടവും തോന്നുവാണ്. പക്ഷെ എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഇപ്പം തന്നെ അവളെ വെട്ടിക്കൊന്നിട്ട് ജയിലിൽ പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിനോടകം തന്നെ ഞാൻ കാരണം ജാനകിയുടെ മനസ്സ് ഒരുപാട് വേദനിച്ച് കഴിഞ്ഞതാണ്. പക്ഷെ ഞാൻ തെറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും പറയാതെ എല്ലാം കേട്ടും സഹിച്ചു നിൽക്കുന്നത്. പക്ഷേ മേഘ ഒരു തെറ്റും ചെയ്യാത്ത നിന്റെ പേരിൽ ഇങ്ങനെ ഒരു കുറ്റം ചാർത്തുമ്പോൾ എനിക്കറിയില്ല സിദ്ധു എന്താ ചെയ്യേണ്ടത് എന്ന്. എന്തിനു വേണ്ടിയാണ് മേഘ ഇങ്ങനെ ഒരു തെറ്റ് എൻ്റെ മേൽ ചാർത്തിയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സിദ്ധാർത്ഥ് വിഷമത്തോടെ പറയാണ്, സിദ്ധു, പെണ്ണുങ്ങൾ എന്തു പറഞ്ഞാലും ഈ ലോകം വിശ്വസിക്കും. അതാണ് മേഘയും ഉപകരണമാക്കിയത്. എന്നാ അവളുടെ നാടകം ഒരുപാട് കാലമൊന്നും മുന്നോട്ട് പോവില്ല. ആദ്യം തന്നെ നമുക്ക് അവളുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിക്കണം. സിദ്ധു അതിനൊന്നും മറുപടി പറയുന്നില്ല. അവൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അവൻ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ വാസു ചന്ദ്രികയോട് പറയാണ്, ചന്ദ്രിക, സിദ്ധു ഇതുപോലെ മനസ്സുടഞ്ഞു പോയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. നീ ഇവൻ്റെ കൂടെ തന്നെ നിന്ന് ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കണം. എത്രയും പെട്ടെന്ന് ഇദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ എല്ലാവർക്കും മുന്നിൽ തെളിയിക്കും മാമ. ചന്ദ്രിക വാസുവിന് വാക്ക് കൊടുക്കുവാണ്. സിദ്ധു നോക്കിയ സമയത്ത് അവനെയും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ശരി, ഞാൻ പോവാണ് ചന്ദ്രിക. ശരി മാമ. സിദ്ധു, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ പോവാണ്. സിദ്ധാർത്ഥിന് പക്ഷേ ചിരിക്കാനോ സന്തോഷിക്കാനോ ഒന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതേസമയം ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരികയാണ് ജാനകിയും ആരതിയും. ആരതി ജാനകിയെ വീൽ ചെയർ ഉരുട്ടിക്കൊണ്ടാണ് വരുന്നത്. അത് കണ്ടുകൊണ്ട് മേഘ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് മുന്നിൽ വന്നു നിന്നിട്ട് മേഘ പരിഹാസത്തോട് ചോദിക്കുകയാണ്, എന്താ അമ്മായി, ക്ഷേത്രത്തിൽ പോയി സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നല്ല രീതിക്ക് നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരുന്നതാണോ? മേഘയുടെ ചോദ്യം കേട്ടപ്പോൾ തന്നെ ജാനകി ദേഷ്യത്തോടെ മുഖം തിരിക്കുവാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, സത്യമായിട്ട് പറയാം, സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടക്കില്ല, നടത്താൻ വിടില്ല ഞാൻ. മേഘ വാശിയോടെ പറഞ്ഞത് കേട്ടപ്പോൾ രണ്ടുപേരും ദേഷ്യത്തോടെ അവളെ നോക്കുവാണ്. ജാനകി മേഘയോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, നിന്നെക്കൊണ്ട് സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം മുടക്കാൻ സാധിക്കില്ല. നിന്റെ ഗർഭത്തിന് ഉത്തരവാദി സിദ്ധാർത്ഥാണെന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കല്യാണം നിർത്തിവെക്കുന്നാണോ നീ കരുതിയത്? പക്ഷെ നിനക്ക് തെറ്റി, ഒരിക്കലും സാധിക്കില്ല. അത് കേട്ടപ്പോൾ മേഘയ്ക്ക് ആകെ ഒരു ഞെട്ടലാണ് തോന്നിയത്. കാരണം താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവരാരും അത് വിശ്വസിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ. ആരതിയും പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് മേഘ, എൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി നീ എന്തൊക്കെ വേലകളാണ് ഒപ്പിച്ചതെന്ന് എൻ്റെ അമ്മായിയമ്മയും അമ്മായിയച്ഛനും എന്നോട് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കല്യാണം മുടക്കാൻ നോക്കിയ പോലെ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം മുടക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കില്ല. അപ്പം മേഘ ദേഷ്യത്തോടെ പറയാണ്, നിൻ്റെ ഏട്ടൻ ബോധമില്ലാത്ത എന്നെ മോശമായി ചെയ്തിട്ട് എന്നെ ഗർഭിണിയാക്കി. എന്നാൽ നിനക്ക് അതിനെക്കുറിച്ച് യാതൊരു കവലയുമില്ല. നീ അതൊക്കെ ഒഴിവാക്കിയിട്ട് നിൻ്റെ ഏട്ടൻ്റെ കല്യാണത്തെപ്പറ്റി ഗീർവാണത്തോടെ സംസാരിക്കുകയാണല്ലേ? പക്ഷെ മേഘ പറയുന്നത് കേട്ടപ്പോൾ ആരതി പുച്ഛത്തോടെ നിൽക്കുവാണ്. അതേപോലെ തന്നെ ജാനകിയും. അല്ല അമ്മായി, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ മകൾ ആരതി ഇതുപോലെ ആരെങ്കിലും ചതിച്ചിട്ട് പോയതാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ വാ പൂട്ടി നിൽക്കുമായിരുന്നോ? മേഘ കുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. അത് കേട്ടപ്പോൾ ആരതിയും ജാനകിയും ദേഷ്യത്തോടെ അവളെ നോക്കുന്നുണ്ട്. മാത്രമല്ല ജാനകി പറയാണ്, ഇങ്ങോട്ട് നോക്ക്, നിന്നെപ്പോലെ എൻ്റെ മക്കള് കള്ളം പറയില്ല, നീ മുഴുവൻ കള്ളം മാത്രമാണ്. നീ പറയുന്നത് വിശ്വസിച്ചിട്ട് എൻ്റെ മകൻ്റെ കല്യാണം ഞാൻ നിർത്തിവെക്കുന്നു നീ കരുതണ്ട. അതെ അതെ അതെ, നിങ്ങളുടെ മകൻ വലിയ യോഗ്യനാണ്. നിങ്ങളുടെ ഹസ്ബൻഡ് വാസുദേവൻ നിങ്ങളെ പറ്റിച്ചിട്ട് ഇപ്പം മറ്റൊരുത്തിക്കൊപ്പം കുടുംബം നടത്തുമല്ലേ? ഏയ് മേഘ, രണ്ടുപേരും ദേഷ്യത്തോടെ വിളിക്കുകയാണ്. പുറത്ത് നടക്കുന്ന ബഹളം കേട്ടിട്ടാണ് മുത്തശ്ശിയും മനോഹരനും അങ്ങോട്ടേക്ക് വരുന്നത്. അവർക്ക് ആദ്യം കാര്യമൊന്നും മനസ്സിലായില്ല. എന്താണ് ഇവിടെ പ്രശ്നം? അവർ പരസ്പരം ചോദിക്കുകയാണ്. അപ്പോൾ മേഘ ജാനകിയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവ് അയോഗ്യനായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മകൻ നല്ല യോഗ്യനായിട്ടൊന്നും ഉണ്ടാവില്ല. അയാൾക്ക് പിറന്ന മകനല്ലേ, അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് കേട്ടപ്പോൾ ജാനകിയുടെ ദേഷ്യം ഒന്നുകൂടി ഇരച്ച് കയറുന്നുണ്ട്. നോക്ക്, വാസുദേവന്റെ കൂടെ സിദ്ധാർത്ഥിനെ ചേർത്ത് സംസാരിക്കരുത്. ഇനി ഒരു പ്രാവശ്യം കൂടി നീ ഇതുപോലെ സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ പല്ലും മുഖവും കൂട്ടി ഞാൻ ഒരു അടി തരും. അപ്പോൾ മേഘയും വിട്ടുകൊടുക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ അടിച്ച് പല്ല് പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ പോയി നിങ്ങളുടെ മകൻ്റെ പല്ലടിച്ച് കൊഴിക്ക്. എന്നെ പറ്റിച്ച് എന്നെ ഗർഭിണിയാക്കിയിട്ട് ഇപ്പോൾ ഒരു നാണോ ഇല്ലാതെ ചന്ദ്രികയെ കല്യാണം കഴിക്കാൻ പോവുകയാണ്.
എന്നിട്ട് നിങ്ങളാണെങ്കിൽ ഒരു നാണോ ഇല്ലാതെ അവനെ ഒഴിവാക്കിയിട്ട് എന്നെ വന്ന് ഭീഷണിപ്പെടുത്തുവാണോ? ആദ്യം പോയി ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കല്യാണം നിർത്തിവെക്കാൻ നോക്ക്. ഒരു പെണ്ണിനെ ചതിച്ച് ഗർഭിണിയാക്കിയാൽ അത് നിയമപ്രകാരം തെറ്റാണ്. എന്നെ പറ്റിച്ചിട്ട് നിങ്ങളെല്ലാവരും ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കല്യാണം നടത്താനാണ് നോക്കുന്നതെങ്കിൽ ഞാൻ ഒരു കാര്യം തീർത്ത് പറയാം, സിദ്ധു മാത്രമല്ല നിങ്ങളെല്ലാവരും ചേർന്ന് കമ്പി എണ്ണേണ്ടി വരും. മനസ്സിൽ ഓർത്തു വെച്ചോ. എന്താടി, ഭീഷണിപ്പെടുത്തുവാണോ? നിന്റെ ഭീഷണിക്ക് വഴങ്ങുന്ന ആൾക്കാരല്ല ഞങ്ങളൊന്നും. നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്തോ. സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം തീർച്ചയായിട്ടും ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും. മേഘ ഇത്രയും പറഞ്ഞിട്ടും ജാനകി അവരുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അത് കേട്ടപ്പോൾ മേഘ ശരിക്കും അതിശയിച്ചു പോയി. താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവരാരും തന്നെ തനിക്ക് യാതൊരു വിലയും തരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. ആരതിയെ നോക്കുന്ന സമയത്ത് അവളും കൂളായിട്ടാണ് നിൽക്കുന്നത്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്യൂരിയോസിറ്റിയോടെയാണ് മുത്തശ്ശിയും മനോഹരവും നിൽക്കുന്നത്. ആരതി വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ജാനകി ആരതി അകത്തേക്ക് പോവാണ്. തനിക്ക് ഒരു വിലയും തരാതെ അവർ പോകുന്ന കണ്ടപ്പോൾ മേഘയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. മേഘ തലക്ക് ഭ്രാന്ത് പിടിച്ച പോലെ നിൽക്കുമ്പോഴേക്കും മുത്തശ്ശി മനോഹരൻ അങ്ങോട്ട് പോയിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മേഘ? അല്ല മേഘ, സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം തീർച്ചയായിട്ടും അവർ നടത്തുന്നാണല്ലോ ജാനകി പറഞ്ഞിട്ട് പോയത്. മനോഹരൻ ചോദിക്കുകയാണ്. അവർ ഇത്രയധികം കോൺഫിഡൻസോടെ പറഞ്ഞിട്ട് പോകുന്നത് കേൾക്കുമ്പോൾ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം തന്നെ തീർച്ചയായിട്ടും നടക്കുന്ന തോന്നുന്നത്. മേഘയ്ക്ക് വന്ന ദേഷ്യത്തിന് അതുകൂടെ കേട്ടപ്പോൾ അവൾക്ക് നല്ല കോപം കയറുകയാണ്. മാമ, ഇനി ഒരു പ്രാവശ്യം കൂടി സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടക്കുന്നത് എൻ്റെ മുന്നിൽ വെച്ച് പറയാൻ പാടില്ല. പക്ഷെ മനോഹര വലിയ വിലയൊന്നും വെക്കുന്നില്ല. ശ്രദ്ധിച്ചിട്ട് മേഘ, നിന്റെ ദേഷ്യത്തിന് നിന്റെ പല്ല് തന്നെ താഴെ തെറിച്ച് വീഴുന്ന തോന്നുന്നത്. നീ എന്തിനാ ഇത്രയധികം പല്ല് കടിച്ച് സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞ പോലെയാണല്ലോ നീ തിരിച്ചു പെരുമാറുന്നത്. അവർ പറഞ്ഞത് ഞാനൊന്ന് ഏറ്റു പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല മേഘ, നിന്റെ ഗർഭത്തിന് സിദ്ധുവാണ് കാരണക്കാരെന്ന് നീ പറയുന്നു. അത് നിന്നെക്കൊണ്ട് തെളിയിക്കാൻ സാധിക്കുമോ? കുട്ടി ജനിച്ചതിന് ശേഷം മാത്രമേ DNA ടെസ്റ്റ് എടുത്തിട്ട് എനിക്കത് തെളിയിക്കാൻ പറ്റുള്ളൂ. മേഘ നിസ്സഹായമായിട്ട് പറയാണ്. അത് കേട്ടപ്പോൾ മുത്തശ്ശിക്കും ആകെ ടെൻഷനാണ്. അപ്പോൾ അതുവരെ തെളിയിക്കാൻ പറ്റില്ലേ? ഇല്ല മുത്തശ്ശി, അതിനുശേഷം മാത്രമേ തെളിയിക്കാൻ പറ്റുള്ളൂ. അല്ല മേഘ, അതിനിടയിൽ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടത്തിയ നീ എന്താ ചെയ്യുക? സത്യമായിട്ടും ആ കല്യാണം ഞാൻ നടത്താൻ വിടില്ല. മേഘ വീണ്ടും ദേഷ്യത്തോടെ പറയാണ്. അത് കേട്ടിട്ട് മുത്തശ്ശി മനോഹരം പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.